സിനിമയാക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളും മാറിപ്പോവാറുണ്ട്. ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. ഫിക്ഷൻ അതിൻ്റെതായ ഒരു മെത്തഡോളജി ഉണ്ട്, ഫിക്ഷൻ അതിൻ്റെതായ ഒരു വഴിയും. റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കണം എഴുത്തുകാരനും ഡയറക്ടറും അത് കാണേണ്ടത്. എല്ലാ പടങ്ങളും ഒരർത്ഥത്തിൽ കൊമേഴ്ഷ്യൽ പടങ്ങൾ തന്നെയല്ലേ. അപ്രീസിയേഷൻ സർട്ടൻ ക്വാർട്ടേഴ്സിൽ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്നതാണ് എല്ലാ പടങ്ങളും. അപ്രീസിയേഷൻ ഇല്ലാതെ ഒരു ആർട്ടും ഇല്ല. ഓരോ ആളിനും ഇഷ്ടപ്പെട്ട സിനിമ, ഇഷ്ടപ്പെടാത്ത സിനിമ, ഇതാണ് ഇത് ബോയിൽസ് ഡൗൺ ടു ദാറ്റ്. റൈറ്റേഴ്സ് ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് ഒരു ഫോർമുല ഉണ്ട്, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഉണ്ട്, ഒരു 3 ആക്ട് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ റൂളുണ്ട്. ഓരോ സിനിമയും ഡിക്റ്റേറ്റ് ചെയ്യും, അതിന്റെ വഴിയും പേസും അതിനാവശ്യമുള്ള കാര്യങ്ങൾ അത് തന്നെ ഡിമാൻഡ് ചെയ്യും. അതൊരു റൈറ്റർ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇന്റേണൽ ലിസണിംഗ് ആണ് ഒരു കഥാകാരനും എഴുത്തുകാരനും ആവശ്യം. അശ്വമേധം അതിനെ ഫോളോ ചെയ്യുന്ന പോലെയാണ്, ഈ ആകാശത്തിനെ ഫോളോ ചെയ്യുന്ന പോലെയാണ് ഒരു കഥാകാരൻ. അത് പോകുന്നിടത്തേക്ക് കഥാകാരനും കൂടെ പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മളത് പ്രിപ്പയർ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, എനിക്ക് സിനിമയാക്കണം. പക്ഷെ എനിക്ക് അങ്ങനെ പുസ്തകങ്ങളെ സിനിമയാക്കണം എന്ന് തോന്നാത്ത ഒരാളാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള കഥകൾ പറഞ്ഞു തീരുമ്പോഴേ ഒരു കാലമാവുന്നതാണ് എനിക്ക്. പുസ്തകങ്ങളെ സിനിമയാക്കുമ്പോൾ എന്തായാലും പുസ്തകം അതിനേക്കാൾ മുകളിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതല്ലല്ലോ ഞാൻ കണ്ട പുസ്തകം, അതല്ലല്ലോ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റ് വെറുതെ ഉണ്ടാക്കണ്ടെന്നാണ് എൻ്റെ. പാട്ട് ഞാൻ കോളേജിൽ സമയത്ത് പാടുന്ന ഒരാളാണ്. അല്ല, എനിക്ക് പറ്റാത്ത പാട്ടുകളുണ്ടല്ലോ. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പ്രമദവനം പാടാൻ ഞാൻ ഓടൂലേ. ഉണ്ട്. റിജക്ട് ചെയ്തൊന്നല്ല, അത് റിജക്ഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ക്വസ്റ്റ്യൻ. ഞാൻ പറയും എനിക്ക് തൊടാൻ പറ്റില്ല, അങ്ങനത്തെ വലിയ സാധനങ്ങളൊന്നും എനിക്ക് തൊടാൻ പറ്റില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഒരു സിനിമയിൽ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിലും നമ്മൾ കാണുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വർക്ക്സ് ഓഫ് ആർട്ടിൽ വരും. അങ്ങനെയുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു നിർബന്ധം എന്നുള്ള നിലയിൽ അല്ല. ആർട്ട് ഹൗസ് സിനിമയിലുള്ള തമ്മിൽ തല്ലും തമ്മിൽ കുത്തും ശരിക്കും പറഞ്ഞാൽ കമേഴ്ഷ്യൽ സിനിമയിലില്ല. നമ്മുടെ അവാർഡ്സിനും ഈ ഫെസ്റ്റിവൽസിനൊക്കെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള സ്പർദ്ധ കാണണം. നമ്മൾ മാസ്റ്റേഴ്സ് ആണെന്നും ജീവിതഗന്ധികളായ കഥകൾ പറയുന്നു എന്നൊക്കെ പറയുന്നത് അവർ തമ്മിൽ കിടന്ന് വലിയ അടിപിടിയാണ് അവിടെ. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഉടൻ റിലീസിനൊരുങ്ങുന്ന കനകരാജ്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പമുള്ളത് കരുത്തുറ്റ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചും അതുപോലെ തന്നെ അത് അവതരിപ്പിച്ചും മലയാളികളുടെ മനസ്സിൽ തൻ്റെതായിട്ടുള്ള മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത മുരളി ഗോപി സാറാണ്. സാർ, സ്വാഗതം. സാർ തിരക്കഥാകൃത്തും കൂടിയാണ്. അപ്പം സാറിലേക്ക് വരുന്ന സിനിമകളെ സാർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? കാരണം ഒരുപാട് അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് തിരക്കഥകൾ അടുത്തേക്ക് വരുമ്പോൾ സാർ എങ്ങനെയാണ് അതിനെ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട് ഏതാണ് ഞാൻ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? ഞാനൊരു ഫുള്ളി ഫോംഡ് ആയ പ്രോജക്ട്സ് മാത്രമാണ് കേൾക്കുന്നത് ആക്ടർ എന്നുള്ളതിൽ. പിന്നെ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ്, അതാണ് എൻ്റെ ക്രൈറ്റീരിയ. ചെയ്തതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അതായത് ട്രൂ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ. അപ്പോൾ ഇതിന്റെ ട്രെയിലറിലും ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ട്രൂ ഇൻസിഡൻസ് ആണ്, ആലപ്പുഴയിൽ 2 വർഷം മുമ്പ് നടന്നൊരു ട്രൂ ഇൻസിഡന്റ് ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ട്രൂ ഇൻസിഡൻസിനെ സിനിമയാക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് സിനിമാറ്റിക് ലെവലിലേക്ക് അതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. കുറേ എലമെന്റ്സ് ആഡ് ചെയ്യണം, കൊമേഴ്ഷ്യലി അതിനെ ഒന്ന് വളർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കൊമേഴ്ഷ്യലി ഇതിലേക്ക് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോഴത്തേന് പല കാര്യങ്ങളും മാറിപ്പോവാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. ഓൾറെഡി അതിൻ്റെ കഥാകൃത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു കഥയാണ്, ഇതിലേക്ക് ഞാൻ കുറേ എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു വെച്ച കാര്യമാണ്. പക്ഷെ സിനിമ ആയപ്പോഴത്തേനും ഒരുപാട് വെട്ടിക്കുറയ്ക്കലുകളും കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആളുകൾ അത് മറന്നിട്ട് വിമർശിക്കുകയാണ്. ഇതിങ്ങനെയാണ്, മറ്റേ വിറ്റ് ജീവിക്കുന്നു, അല്ലെങ്കിൽ ആളുടെ ലൈഫല്ല കാണിക്കുന്നത്, കഥയാണ്, എന്തൊക്കെയോ മെനഞ്ഞുണ്ടാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വിമർശനങ്ങൾ നേരിട്ടു. അപ്പോൾ ഇതിനെ എങ്ങനെ ഒരു ട്രൂ ഇൻസിഡന്റ് സിനിമയാക്കുമ്പോഴത്തേനും ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് സാറ് നോക്കിക്കാണുന്നത്? അല്ല, ഫിക്ഷൻ അതിൻ്റെതായ ഒരു മെത്തഡോളജി ഉണ്ട്, ഫിക്ഷൻ അതിൻ്റെതായ ഒരു വഴിയുണ്ട്. അത് ഫിക്ഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അത് തീരേണ്ടതാണ്. പക്ഷേ നമ്മൾ ഇതൊരു റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ഓരോ പ്രോജക്റ്റിനും അതിൻ്റെതായ ഒരു മെത്തേഡ് ഉണ്ടാവണം. അതൊരു റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ളത്. റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കണം എഴുത്തുകാരനും ഡയറക്ടറും അത് കാണേണ്ടതുള്ളൂ. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല എന്താ. ഇപ്പൊ ഈ കനകരാജ് എന്നുള്ള പടം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതിൽ ഈ കൊമേഴ്ഷ്യൽ ചേരുവകൾ വളരെ കുറവാണ്. അതിനുപരി ഒരു റിയലിസ്റ്റിക് പടമായിട്ടാണ് ഇത് ഇറക്കുന്നുള്ളത്. അപ്പൊ ഈ ഒരു റിയലിസ്റ്റിക് പടം ആകുമ്പോഴത്തേനും ഇതിൽ കുറെ റിയലിസ്റ്റിക് എലമെന്റ് ഓൾറെഡി കാണും. അപ്പൊ അതെന്തൊക്കെയാണ് സാർ ഇതിലേക്കുള്ളത്? ഇതൊരു സ്മോൾ സിമ്പിൾ ബ്യൂട്ടിഫുൾ ഫിലിമാണ്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു അവകാശവാദം ഉന്നയിക്കാൻ ഇതിൻ്റെ സംവിധായകനോ എഴുത്തുകാരനോ
ഇതിൽ അഭിനയിച്ചവർക്കോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ചെറിയ ഇൻസിഡൻറ്റ്, ചെറിയ എന്നാൽ ബാക്കിയുള്ളവർക്ക് തോന്നുകയും അത് അനുഭവിച്ചവർക്ക് വലുതാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ നാച്ചുറലി അങ്ങനെ ഒരു സിനിമ ഒരു ഫിക്ഷണൽ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ സിനിമയ്ക്ക് കുറച്ച് എന്താ പറയുക, ഒരു പേഴ്സണൽ മൊമെൻറ്റ്സ് എന്ന് പറയുന്ന സാധനങ്ങളും കൂടെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണല്ലോ ഒരു സിനിമയാവുന്നത്, അല്ലെങ്കിൽ അതൊരു ഡോക്യുമെൻ്ററി പോലെ ആയിപ്പോകും. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു രസച്ചരടുകളൊന്നും മുറിയാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. നമുക്കിപ്പം ഈ സിനിമകൾക്ക് പല കാറ്റഗറി നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, റിയലിസ്റ്റിക് പടങ്ങൾ, കൊമേഴ്ഷ്യൽ പടങ്ങൾ. പക്ഷേ ഒരു പരിധിക്കപ്പുറം അല്ലെങ്കിൽ നമുക്ക് പറയുവാണെങ്കിൽ എല്ലാ പടങ്ങളും ഒരർത്ഥത്തിൽ കൊമേഴ്ഷ്യൽ പടങ്ങൾ തന്നെയല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് അതിൻ്റെ ആക്ടിങ് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു കഥ പറച്ചിൻ്റെ രീതി കൊണ്ടും അല്ലെങ്കിൽ ആ പ്ലേസ് എവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്നൊക്കെയുള്ള അന്തരീക്ഷം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നുന്നത് ഇത് റിയലിസ്റ്റിക് പടമാണ് എന്ന് തോന്നില്ല. പക്ഷെ ഒരു പരിധിക്കപ്പുറം എല്ലാ പടങ്ങളും കൊമേഴ്ഷ്യൽ പടങ്ങൾ തന്നെയല്ലേ. എല്ലാ രീതിയിലും കൊമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ രീതിയിലും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് അപ്രീസിയേഷൻ സർട്ടൺ ക്വാർട്ടേഴ്സിൽ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്നതാണ് എല്ലാ പടങ്ങളും. അപ്രീസിയേഷൻ ഇല്ലാതെ ഒരു ആർട്ടും ഇല്ലല്ലോ. അപ്പോൾ അപ്രീസിയേഷൻ ധനമാർഗമാണെങ്കിൽ അത് എന്താ പറയേണ്ട, ഒരു വാക്കുകൾ കൊണ്ടുള്ള അപ്രീസിയേഷൻ ആണെങ്കിൽ അത് എന്തിനെ എയിം ചെയ്തിട്ട് തന്നെയാണ് ഒരു സിനിമ ചെയ്യുന്നത്. പിന്നെ ആത്യന്തികമായിട്ട് കമേഴ്ഷ്യൽ സിനിമ, റിയലിസ്റ്റിക് സിനിമ എന്നൊക്കെ പറയുന്നെങ്കിലും ഓരോ ആളിനും ഇഷ്ടപ്പെട്ട സിനിമ, ഇഷ്ടപ്പെടാത്ത സിനിമ, ഇത് ബോയിൽസ് ഡൗൺ ടു ദാറ്റ്. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണോ, നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണോ, അത് ഓരോരുത്തരിൽ നിന്നും വിഭിന്നമായ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ സാർ ഇങ്ങനെ തിരക്കഥകൾ എഴുതുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് ഒരു ഫോർമുല ഉണ്ട്, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഉണ്ട്, ഒരു 3 ആക്ട് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞൊരു റൂളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സാർ ഇങ്ങനെ തിരക്കഥകൾ എഴുതുമ്പോൾ അതൊക്കെ മീറ്റ് ചെയ്തിട്ടാണോ ഇത് എഴുതുന്നത്, അതോ സാറിന് ഒരു ഫ്ലോയിൽ അത് എഴുതി പോകും? ഒരു ഫ്ലോയിലാണ് എഴുതുന്നതാണ്. നമുക്കൊരു ഐഡിയ വരുന്നു, അതിൻ്റെ ഒരു സ്പ്രെഡ് മനസ്സിൽ വീഴുന്നു, ഒരു തിരക്കഥയുടെ ഫോർമാറ്റ് ഉണ്ടാവുന്നു, പിന്നെ യു സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ്. ഓരോ സിനിമയും ഡിക്റ്റേറ്റ് ചെയ്യും അതിൻ്റെ വഴിയും പേസും അതിനാവശ്യമുള്ള കാര്യങ്ങൾ അത് തന്നെ ഡിമാൻഡ് ചെയ്യും. അതൊരു റൈറ്റർ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഒരേ രീതിയിൽ 2 കഥകളെ സമീപിക്കാൻ പാടാണ്. ഓരോ കഥയും ഓരോ നറേറ്റീവ്, ഓരോ തീമും ഡിക്റ്റേറ്റ് ചെയ്യും അതിൻ്റെ ടെക്നിക്കും. അപ്പോൾ നമ്മൾ ആ തീം വരുമ്പോൾ അതിനെ ഒരു സ്പ്രെഡായിട്ട് മനസ്സിൽ ഫോം ചെയ്യുമ്പോൾ ആ ടെക്നിക്കിനെ നമ്മളത് ഫോളോ ചെയ്താൽ മതി. ഒരു തീമാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, ത്രെഡാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് എന്താ പറയേണ്ടത്, അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്, ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ സാറിൻ്റെ കഥകളൊക്കെ നമ്മൾ സിനിമകളെടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഒരുപാട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ രസികനിലെ ശിവൻകുട്ടി മുതൽ ഇപ്പം ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പിള്ളി വരെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ലെഫ്റ്റ് റൈറ്റിലെ വട്ടൻ ചെയിൻ, ചെഗുവേര, റോയ്, അപ്പം അതേപോലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇവർക്കൊക്കെ ഓരോ നിലപാടുകളുണ്ട്, അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം ഈ ഓരോ ഡയലോഗ് ഡെലിവറി തന്നെ ഇവർക്കെല്ലാം ഓരോ ശക്തമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി തന്നെയുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്ത്? നേരത്തെ കഥകളുടെ കാര്യം പറയുന്ന പോലെയാണ്. അതായത് ഒരു കഥാപാത്രം ഡിക്റ്റേറ്റ് ചെയ്യും അയാൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ആ കഥാപാത്രത്തിന് ഫോം ചെയ്യുമ്പോൾ തന്നെ ആ സംസാര രീതിയും എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നും ആ കഥാപാത്രം തന്നെ പറയും. അതിനെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ലിസണിങ് ആണ്, ഒരു ഇന്റേണൽ ലിസണിങ് ആണ് ഒരു കഥാകാരനും എഴുത്തുകാരനും ആവശ്യം. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒരു എന്താ പറയണ്ട, ഒരു അശ്വമേധം അതിനെ ഫോളോ ചെയ്യുന്ന പോലെയാണ്, അതിലെ കുതിരയെ ഫോളോ ചെയ്യുന്ന പോലെയാണ്, യാഗാശ്വത്തിനെ ഫോളോ ചെയ്യുന്ന പോലെയാണ് ഒരു കഥാകാരൻ. അത് പോകുന്നിടത്തേക്ക് കഥാകാരനും കൂടെ പോകേണ്ടി വരും. അത് പോകുന്നിടത്ത് ആണ് നമ്മളും പോകുന്നത്, അല്ല നമ്മൾ പോകുന്നിടത്തേക്ക് അതിനെ വലിച്ചോണ്ട് വരില്ലല്ലോ. ഇപ്പൊ ലൂസിഫറിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, എസക്കേൽ ഇത്ര എന്നുള്ള ഒരു വാചകം ബൈബിളിലെ വാചകങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള വാചകങ്ങളിലേക്ക് സാർ എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് ഓഫ് കോഴ്സ് റീഡിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ പിച്ച് ചെയ്തെടുക്കുന്നത്? അത് ബേസിക്കലി ഒരു ബിബ്ലിക്കൽ സാധനമാണ് ഈ ലൂസിഫറിയൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈബിള് പണ്ട് മുതലേ വായിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു റീഡിങ് മെറ്റീരിയലാണ്, ഒരു എന്താ പറയുക മെഡിറ്റേറ്റിംഗ് മെറ്റീരിയലാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കോട്ട്സ് നാച്ചുറലായിട്ട് വരും നമുക്ക് ചെയ്യുമ്പോൾ. സാറിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊരു പുസ്തകമൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പല കാലങ്ങളിലായിട്ട് വായിച്ച പല പുസ്തകങ്ങളും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൽ 1-2 പറയാൻ പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ ഒരു ഇത് പറയാൻ പറഞ്ഞാൽ എസ്.കെ. പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥ വളരെയധികം മാസീവ് വർക്ക് എന്ന് പറയാവുന്നൊരു ഇതാണ്. പിന്നെ ഒരുപാട് പേരുടെ ഉണ്ട്.
ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നാറുണ്ട് ഈ പുസ്തകം നമുക്ക് സിനിമ ആക്കി എടുക്കാം എന്നൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരും. പക്ഷേ ചിലപ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എനിക്കത് സിനിമയാക്കണം, പക്ഷെ എനിക്ക് അങ്ങനെ പുസ്തകങ്ങളെ സിനിമയാക്കണമെന്ന് തോന്നാത്ത ഒരാളാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള കഥകൾ പറഞ്ഞു തീരുമ്പോഴേ ഒരു കാലമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുസ്തകങ്ങൾ ഇൻസ്പയറിംഗ് ആയിരിക്കും. എൻ്റെ മനസ്സിൽ വന്നു വീഴുന്ന കഥാബീജങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വഴി. പുസ്തകങ്ങളെ സിനിമയാക്കുമ്പോൾ എന്തായാലും പുസ്തകം അതിനേക്കാൾ മുകളിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പുസ്തകം എഴുതുമ്പോൾ എഴുത്തുകാരനും വായനക്കാരനും ഇടയിൽ ഒരാളില്ല. സിനിമ അങ്ങനെയല്ല. സിനിമയിൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഇമ്പാക്റ്റിൽ സ്ക്രീനിൽ കൊണ്ടുവരണമെങ്കിൽ ആ വേൾഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ഫിസിക്കൽ തിങ്സിനെ ഉപയോഗിച്ചിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, സംവിധായകൻ തൊട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും സ്പോട്ട് ബോയ് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യും ഒരു സിനിമയിൽ, ആ സിനിമയുടെ രീതിയിൽ. അപ്പം നമുക്കൊരു പുസ്തകത്തിൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ എപ്പോഴും സിനിമ പുസ്തകത്തിന് താഴെ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു അറ്റംപ്റ്റിലോട്ട് പോകേണ്ട. ഓരോ മനുഷ്യനും ഒരു പുസ്തകം വായിക്കുമ്പോൾ അയാളുടെ മനസ്സിലൊരു ലോകമുണ്ട് ആ പുസ്തകം കൊടുക്കുന്നത്. അത് വിഭിന്നമായിരിക്കും. ഇപ്പോൾ സ്നേഹ വായിക്കുമ്പോൾ ഒരു പുസ്തകത്തിൽ സ്നേഹിക്ക് തോന്നുന്നൊരു ഒരു വിഷ്വൽ ആയിരിക്കില്ല ആ പുസ്തകം വേറൊരാൾ വായിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് രണ്ടും വിഭിന്നമായിരിക്കെ ഒരു സിനിമ അതിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്ടറിൻ്റെയും അതിൻ്റെ റൈറ്ററിൻ്റെയും വിഷനായിരിക്കും. അപ്പം ബേസിക്കലി ഒരു റിവോൾട്ട് വരും ഈ വായനക്കാരനും കാഴ്ചക്കാരനും തമ്മിൽ. ഇതല്ലല്ലോ ഞാൻ കണ്ട പുസ്തകം എന്ന് തോന്നും, അതല്ലല്ലോ എടുത്തു വെച്ചിരിക്കുന്നു തോന്നും. ഈ കോൺഫ്ലിക്റ്റ് വെറുതെ ഉണ്ടാക്കണ്ടെന്നാണ് എൻ്റെ ഇത്. ഞാനതുകൊണ്ട് അത് അറ്റംപ്റ്റ് ചെയ്യില്ല. അപ്പോൾ സാർ ഇങ്ങനെ സാർ ഭയങ്കര പെർഫെക്ഷൻസിൻ്റെ ഒരാളാണ്. കാരണം ഒരു സാധാരണ നമ്മളിന്ന് കഥയൊക്കെ എഴുതുമ്പോഴത്തേക്കിന് ഓക്കെ ഇതിൽ ക്ലൈമാക്സിലേക്ക് വരാൻ വേണ്ടി ഈ റൂട്ടിലൂടെ പോകാം, എങ്ങനെയും ഒന്ന് കൺക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക ഒരു എയിം ആയിരിക്കുമല്ലോ നമുക്ക് ഉള്ളിൽ വരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു ക്ലൈമാക്സ് വേണം, എൻ്റെ ഒരു കഥ ഈ രീതിയിൽ തന്നെ പോയിട്ട് അങ്ങനൊരു നിർബന്ധമുള്ള ഒരാളാണോ? അങ്ങനെയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന വഴിയിൽ ക്ലൈമാക്സ് വരും. അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ കൺസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് വരും. അതനുസരിച്ച് ചിലപ്പോൾ അത് അവിടെ നിന്ന് മാറും എഴുതി പോകുമ്പോൾ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. നമ്മളൊരു അഡ്വഞ്ചറിന് ഇറങ്ങുന്ന പോലെയാണ്. അതൊരു പേപ്പറും പേനയും ഉപയോഗിച്ചുള്ള ഒരു അഡ്വഞ്ചർ ആണെന്നേ ഉള്ളൂ. ശരിക്കും ഒരു വലിയ ട്രിപ്പ്, ഒരു വലിയ യാത്രയ്ക്ക് പോലെയാണ് ഓരോ എഴുത്തും. ഇപ്പൊ സാറ് മറ്റേ റൈറ്ററും ആക്ടറും കൂടെ അല്ല, ഒരു പാട്ടുകാരൻ കൂടാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പ്രേമത്തിലെ പാട്ട് വെക്കുമ്പോഴത്തേക്കും മറ്റേ കൺതുടിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്കിന് സാർ എങ്ങനെയാണ് ആദ്യം ഇതിലേക്ക് ഇറങ്ങുന്നത്? പാട്ട് ഞാൻ കോളേജിലെ സമയത്ത് പാടുന്ന ഒരാളാണ്. ഫസ്റ്റ് പാട്ട് രസികളിലും പാടിയിട്ടുണ്ടല്ലോ. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ അല്ല ഞാനിങ്ങനെ പാടിപ്പോകുന്ന ഒരാളാണ്. ആക്ടിങ് ഔട്ട് മൈ സോങ്സ്, അത്രേ ഉള്ളൂ. അത് ഇഷ്ടമുള്ളവർ അത് വിളിച്ച് പാടിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വിളിക്കുമ്പോഴേ അല്ലെങ്കിൽ എനിക്കിത് പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? അല്ല, എനിക്ക് പറ്റാത്ത പാട്ടുകളുണ്ടല്ലോ. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പ്രമദവനം പാടാൻ പറ്റുന്ന ഞാൻ ഓടൂലേ? നമുക്ക് പറ്റുന്ന പാട്ടുകളാണെങ്കിൽ ആ ട്യൂൺ കേട്ടാൽ, ഞാൻ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ട് എനിക്ക് പറ്റാത്ത പാട്ടുകൾ എനിക്ക് തരുമ്പോൾ ഞാൻ ഇത് പറ്റില്ല എന്ന് പറയാറ്. റിജക്ട് ചെയ്ത പാട്ടുകളുണ്ടോ സർ? ഉണ്ട്. റിജക്ട് ചെയ്തൊന്നല്ല, അത് റിജക്ഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ക്വസ്റ്റ്യൻ. ഞാൻ പറയും എനിക്ക് തൊടാൻ പറ്റില്ല, അങ്ങനത്തെ വലിയ സാധനങ്ങളൊന്നും എനിക്ക് തൊടാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന പാട്ടുകൾ പാടാം എന്നുള്ളത്. ഇപ്പോൾ സർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജിസ്റ്റേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ ഏതോ ഒരു സിനിമയെ പറ്റി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു ഡയറക്ടറിന്റെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൂവിൻ്റെ ഒരു അശ്രദ്ധ മൂലം നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസറിനോട് പറഞ്ഞൊരു ബഡ്ജറ്റിനെക്കാട്ടി കൂടുതൽ ആയിപ്പോയി. അപ്പോൾ അത് പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഒരുപാട് വിമർശനങ്ങൾക്കും ചർച്ചകൾക്കൊക്കെ വിധേയമായി. അത് ഇന്ന സിനിമയെ പറ്റിയായിരിക്കും, ആ സിനിമയെ പറ്റിയാണെന്നുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. പക്ഷെ ഞാൻ അതല്ല ചോദിക്കാൻ വന്നത്, തീർപ്പെന്ന സിനിമ സാർ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ഇങ്ങനെയുള്ള ചില വെല്ലുവിളികൾ പ്രൊഡ്യൂസർക്ക് എപ്പോഴും നേരിടേണ്ടതായിട്ട് വരാറുണ്ടോ? ഒരുപാടുണ്ടാവും. അത് ഇപ്പോൾ തീർപ്പെന്ന് പറയുന്നത് കോവിഡ് സമയത്ത് ചെയ്തൊരു സിനിമയാണ്. അത് OTTക്ക് ഡയറക്റ്റ്ലി പോകാൻ വേണ്ടി എഴുതിയൊരു സിനിമയാണ്. അതുകൊണ്ട് അതൊരു പേഴ്സണൽ സിനിമയായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ ആ സമയത്ത് അത് പെട്ടെന്ന് അതിന് ഒരുപാട് ഇഷ്യൂസൊക്കെ വന്നിട്ട് അത് തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ടി വന്നു. അത് തിയേറ്റർ ഓഡിയൻസിനുള്ള സിനിമയല്ല, അത് പേഴ്സണൽ വ്യൂയിങ്ങിനുള്ളൊരു സിനിമയാണ്. എന്നാലേ അത് കൺവേ ചെയ്യുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് മാറിയൊക്കെ സിനിമകൾ വന്ന് വീഴുമ്പോൾ അതിനൊരു കൺസേൺ ഉണ്ടാവാറുണ്ട്. അതാണ് ബേസിക് കൺസേൺ. പിന്നെ ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് ഒരു കൺസേൺ ആണ്. നമ്മൾ അതിനെ എപ്പോഴും അവെയറും ആയിരിക്കും. നമ്മൾ തുടങ്ങി അത് ഒരുപാട് മാറിപ്പോയാലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. പ്രൊഡ്യൂസറിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. പ്രൊഡ്യൂസറാണ് പാരമൗണ്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആ കാര്യത്തിൽ.
ഈ വൺസ് എ ജേർണലിസ്റ്റ് ഈസ് ഓൾവേസ് എ ജേർണലിസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ സാറിൻ്റെ സിനിമകളിലെല്ലാം സാറിൻ്റെ ഒരു പൊളിറ്റിക്സ് എനിക്ക് കാണാൻ പാടുന്നത്. കാരണം ശക്തമായ നിലപാടുകൾ, എനിക്കൊന്ന് ചില കാര്യങ്ങളൊക്കെ സാറിൻ്റെ സിനിമയിൽ കൂടാണ് എനിക്കൊന്ന് മലയാള സിനിമയിലേക്ക് ആദ്യം തന്നെ പറയപ്പെടുന്നത്, ചില പൊളിറ്റിക്സുകൾ, ചില നിലപാടുകളൊക്കെ. അപ്പോൾ സാറിന് ഭയങ്കര നിർബന്ധമുള്ളതാണ്. കാരണം ഞാനല്ലെങ്കിൽ കണ്ടുവരുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ സിനിമയിൽ ആളുകൾ അറിയണം, അങ്ങനെയൊക്കെയുള്ള നിർബന്ധമുള്ളൊരു ആളാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഒരു സിനിമയിൽ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിലും കാഴ്ചക്കാരൻ എന്നുള്ള നിലയിലും നമ്മൾ കാണുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വർക്ക്സ് ഓഫ് ആർട്ടിൽ വരും. അങ്ങനെയുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു നിർബന്ധം എന്നുള്ള നിലയിൽ അല്ല. അത് വരും, വന്നു ചേരും. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ അറിയാതെ നമ്മുടെ സംസാരത്തിൽ വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ വർക്ക്സ് ഓഫ് ആർട്ടിൽ വരുന്നത്. അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. ഇപ്പോൾ സാർ നേരത്തെ ജേർണലിസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ റിയലിസ്റ്റിക് എന്നൊക്കെയുള്ളൊരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ സാർ പണ്ട് മുതലേ കേൾക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മളൊരു ജേർണലിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് കുറേ എത്തിക്സുകളുണ്ട്. പക്ഷേ അതിലേക്ക് ഈ ചില വാർത്തകളൊന്നും ചിലപ്പോൾ നമ്മൾക്ക് പറയാൻ പറ്റില്ല. കാരണം അതിലൊരു എത്തിക്സിന് വിരുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് പറയണമെങ്കിലും ചിലപ്പോൾ അതിന് കൊമേഴ്ഷ്യൽ വാല്യൂ കാണില്ല. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ചോദ്യങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം കൊമേഴ്ഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഈ എത്തിക്സ് മാറ്റി വെച്ച് നമ്മൾ ചിന്തിക്കണം എന്നൊക്കെയുള്ള കാര്യം സിനിമ ഇപ്പോഴും സാർ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. അല്ല, നമ്മൾ ഈ കമേഴ്ഷ്യൽ ഫിലിംസ് എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ തിയേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. അതിനൊരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിൻ്റെതായ രീതിയിൽ അതിന് പബ്ലിസിറ്റി, അതിൻ്റെ ബഹളങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ആർട്ട് ഹൗസ് ഫിലിംസ് എന്ന് പറയുന്നത് വളരെ ശുദ്ധിയുള്ളൊരു മേഖലയാണ്. പക്ഷെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കോൺട്രവേഴ്സീസ് കണ്ടിട്ടില്ലേ? ആളുകൾക്കെല്ലാം സ്റ്റേക്ക് ഉണ്ട്, അവരെല്ലാവരും ഓരോ കോമ്പറ്റീഷനിലാണ്. ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമ ബിസിനസ് ഫിലിംസ് ബിസിനസ്സാണ് എന്ന് പറയുമ്പോൾ ആർട്ട് ഹൗസ് സിനിമയിലുള്ള തമ്മിൽ തല്ലും തമ്മിൽ കുത്തും ശരിക്കും പറഞ്ഞാൽ കമേഴ്ഷ്യൽ സിനിമയിലില്ല. നമ്മുടെ അവാർഡ്സിനും ഈ ഫെസ്റ്റിവൽസിനും ഒക്കെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള സ്പർദ്ധ കാണണം. ഈ നമ്മൾ മാസ്റ്റേഴ്സ് ആണെന്നും ജീവിതഗന്ധികളായ കഥകൾ പറയുന്നതൊക്കെ പറയുന്നത് അവർ തമ്മിൽ കിടന്ന് വലിയ അടിപിടിയാണ് അവിടെ, പുരസ്കാരങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടി. അപ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഓരോ സ്റ്റേക്സ് വേറെയാണെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ഇതിലൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ജൂലൈ 5-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന പ്രതീക്ഷ? അല്ല, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മോൾ ബ്യൂട്ടിഫുൾ സിമ്പിൾ ഫിലിമാണ്. അപ്പോൾ ഇതൊരു ഒരു വലിയ ബഹളത്തിൻ്റെ ഒരു സിനിമയല്ല. പക്ഷേ ഇത് നിരാശപ്പെടുത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഓക്കെ സർ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.